ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 എന്ന കഴിഞ്ഞ വർഷമാണല്ലോ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ തിയേറ്ററുകളിൽ റിലീസിനെത്തിയത്. ഏകദേശം 200-ൽ പരം റിലീസുകൾ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വെറും 10 സിനിമകളാണ് വിജയിച്ചത്. ഏറ്റവും കൂടുതൽ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷം എന്നതുപോലെ തന്നെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ദുരന്ത സിനിമകൾ പിറന്ന വർഷം കൂടിയായിട്ട് കഴിഞ്ഞ വർഷം മാറുകയാണ്. 2023-ൽ പിറന്ന 9 വൻ ദുരന്ത സിനിമകളെയാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 5 കോടിയെങ്കിലും ബഡ്ജറ്റും കളക്ഷനും തമ്മിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ വൻ ദുരന്ത സിനിമ, തിയേറ്ററുകളിലെ വൻ ദുരന്തം എന്നൊക്കെ ഉറപ്പിക്കാവുന്ന സിനിമയാണ്. 2023-ൽ പിറന്ന ആദ്യത്തെ വൻ ദുരന്ത സിനിമ ദി ക്രിസ്റ്റഫർ എന്ന സിനിമയാണ്. മമ്മുക്ക ബി ഉണ്ണികൃഷ്ണൻ കോംബോയിൽ പിറന്ന ക്രിസ്റ്റഫർ എന്ന സിനിമ 2023 ഫെബ്രുവരിയിലായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആറാട്ടിനേക്കാൾ ഭേദപ്പെട്ട സിനിമ എന്നൊരു അഭിപ്രായം സിനിമ നേരിടുത്തെങ്കിൽ പോലും 20 കോടിക്ക് മുകളിലെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 11 കോടി രൂപ മാത്രമായിരുന്നു. തിയേറ്റർ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ വൻ ദുരന്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ സിനിമ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയാണ്. 2023-ലെ ഏറ്റവും വലിയ ഹൈപ്പ് നേടിയെടുത്ത സിനിമയായിരുന്നു ദുൽഖർ നായകനെത്തിയ പാൻ ഇന്ത്യൻ സിനിമ കൂടിയായ കിങ് ഓഫ് കൊത്ത. വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെ പ്രേക്ഷകർ നിരാശപ്പെടുത്തുന്ന ദുൽഖർ സിനിമയായിട്ടാണ് കിങ് ഓഫ് കൊത്ത അവസാനം മാറിയത്. ഏകദേശം 50 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 39 കോടി രൂപയായിരുന്നു ഫൈനൽ കളക്ഷൻ നേടിയെടുത്തത്. 2023-ലെ ആദ്യ പകുതിയിലെ മറ്റൊരു വൻ ദുരന്ത സിനിമ തുറമുഖം എന്ന സിനിമയായിരുന്നു. നിവിൻ പോളിയെ നായകനാക്കി രാജീവ് രവി സംവിധാനം ചെയ്ത 20 കോടിക്ക് മുകളിലെല്ലാം തന്നെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ അവസാനം 3 കോടിയിൽ താഴെയായിരുന്നു ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തത്. ഒട്ടനേകം സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഏറ്റവും ഒടുവിൽ സകല ബിസിനസ് കൂട്ടി നോക്കിയാൽ പോലും അവസാനം നഷ്ടമാണ് എന്നാണ് അവസാനം പുറത്തു വന്ന റിപ്പോർട്ട്. മറ്റൊരു നിവിൻ പോളിയുടെ 2023-ലെ ദുരന്ത സിനിമ അത് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയാണ്. ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും പ്രേക്ഷകർ നിരാശപ്പെടുത്തിയ നിവിന്റെ സിനിമ ഫൈനൽ കളക്ഷനായിട്ട് 4 കോടിയോളം രൂപയാണ് നേടിയെടുത്തത്. ദുബായിലും മറ്റുമെല്ലാം തന്നെ ചിത്രീകരിച്ച സിനിമയ്ക്ക് ഏകദേശം 20-25 കോടിയാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. 2023-ലെ മറ്റൊരു വൻ നഷ്ട സിനിമയായിട്ട് രാമചന്ദ്ര ബോസ് ആൻഡ് കോ മാറിയതാണ്. ഇനിയും ചിത്രത്തിന്റെ പൂർണ്ണ ബിസിനസ് നടന്നിട്ടില്ല എന്നറിയാനായിട്ട് കഴിയുന്നു. നിവിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു പ്രകടനമാണ് 2023-ൽ ആസിഫ് അലിയിൽ നിന്നും നാം കണ്ടത്. മഹേഷും മാരുതിയും, കാസർഗോൾഡ്, ഒപ്പം തന്നെ ഒറ്റ, കൂടാതെ എ രഞ്ജിത്ത് സിനിമ തുടങ്ങിയ 4 സിനിമകളാണ് തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ ആയത്. ഇതിൽ വൻ ദുരന്ത സിനിമകളായിട്ട് 3 സിനിമകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് കാസർഗോൾഡ് ആണ്. 10 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 3 കോടിയിൽ താഴെയായിരുന്നു ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തത്. മറ്റൊരു സിനിമ ഒറ്റയാണ്. റസൂൽ പൂക്കുട്ടി സംവിധാനം ചെയ്ത സിനിമ ഇനിയും ചിത്രത്തിന്റെ പൂർണ്ണ ബിസിനസ് നടത്തിയിട്ടില്ല. തിയേറ്ററുകളിലെ ഫൈനൽ കളക്ഷൻ 1 കോടി രൂപ പോലും നേടിയെടുക്കാനാവാതെ പോയ സിനിമയ്ക്ക് 10-15 കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. അത്രത്തോളം ഒട്ടനേകം താരനിര സിനിമയിൽ അഭിനയിച്ചിരുന്നു. 2023-ലെ അവസാനത്തെ ദുരന്ത സിനിമ പിറന്നത് കഴിഞ്ഞ മാസം ഡിസംബറിലായിരുന്നു. എ രഞ്ജിത്ത് സിനിമയാണത്. ആസിഫ് അലി നായകനെത്തിയ സിനിമയ്ക്ക് ഏകദേശം 10 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്നു. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടിയിൽ താഴെയാണ്. അപ്പോൾ ആസിഫ് അലിയെ സംബന്ധിച്ച് വളരെ മോശം വർഷമായിട്ട് കഴിഞ്ഞ വർഷം മാറിയിരിക്കുകയാണ്. 2023-ലെ മറ്റൊരു വൻ ദുരന്ത സിനിമ അത് ചാവേറാണ്. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മേക്കിംഗ് കൊണ്ട് മികച്ച അഭിപ്രായങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ ഒരു വൻ ദുരന്തമാണ് എന്ന് സിനിമയുടെ ബഡ്ജറ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നു. സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സമയത്ത് 5-10 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഒട്ടും നമുക്ക് തോന്നാത്ത രീതിയിൽ 15 കോടിയോളം സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് അവസാനമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട്. ഫൈനൽ കളക്ഷൻ 6 കോടിയിൽ താഴെയായിരുന്നു. സിനിമ കഴിഞ്ഞ വർഷത്തെ വൻ ദുരന്ത സിനിമകളിലൊന്നാണ്. ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ സിനിമകളെയും കടത്തിവെട്ടുന്ന രീതിയിൽ 2023-ലെ എന്നല്ല മോളിവുഡ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്ത സിനിമകളിലൊന്നായ ആ സിനിമ അത് ബാന്ദ്രയാണ്. ദിലീപ് നായകനെ എത്തിയ സിനിമ 40 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. തമന്ന നായികവേഷത്തിലെത്തിയ അരുൺ ഗോപി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത് വെറും 5 കോടിയിൽ താഴെ രൂപയാണ്. വലിയൊരു നഷ്ടമുണ്ടാക്കുന്ന സിനിമ, ഒപ്പം തന്നെ ഇനിയും പൂർണ്ണ ബിസിനസ് നടക്കാത്ത സിനിമയായിട്ട് ദിലീപ് ചിത്രം ബാന്ദ്ര മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ, ഇനിയും ഇതുപോലുള്ള കൂടുതൽ സിനിമകളുടെ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ടാം.